Hello, and let's talk about the fundamental concepts of organic chemistry. അപ്പോൾ അതിൽ ആദ്യം നമുക്കൊന്ന് വാട്ട് ഈസ് എക്സാക്ട്ലി ഈ ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ വെൻ വി ഹാഡ് ഫോർമർലി നമുക്ക് കുറേ കമ്പൗണ്ട്സ് were isolated from plants or animals. So basically living organisms. Okay, so compounds were isolated from living organisms, and it was done directly or indirectly. Fine. So ingane namukku kittana compounds, okay, they were called organic compounds. And the branch of chemistry that dealt with the study of these organic compounds, avരുടെ പ്രോപ്പർട്ടീസും ഓരോന്ന് ഡീൽ ചെയ്യുന്ന chemistry was called organic chemistry. Okay, now this went on up to 19th century. ആൻഡ് അവിടെ വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരിക്കലും നമുക്ക് ഈ കമ്പൗണ്ട്സ് നമുക്ക് നമ്മുടെ ലാബിൽ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ ഇൻ ദ ലാബ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി പ്ലാന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ചതച്ച് അത് റിഫ്ലെക്സ് ചെയ്ത് ഒന്ന് വെള്ളത്തിലോ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിലിട്ട് റിഫ്ലെക്സ് ചെയ്ത് എടുത്ത് പിന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്ത് യു വുഡ് സീ സം ക്രിസ്റ്റൽസ് സംതിങ് ഫോം. സോ ദിസ് വാസ് ഹൗ ദീസ് ഓൾ വർ ഐസൊലേറ്റഡ് ഓർ എക്സ്ട്രാക്റ്റഡ്. പല ഇങ്ങനത്തെ മെത്തേഡ്സിലേ ഉണ്ടായിരുന്നുള്ളൂ. ലാബിൽ ഇതേ കമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന ഒരു അങ്ങനെ ഒരു ടെക്നീക്ക് നമുക്ക് അതുവരെ ഉണ്ടായിരുന്നില്ല. ആൻഡ് അപ്പോൾ അതുവരെ എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റാത്തത്, അത് പറ്റില്ല, അത് അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം ഉണ്ടെങ്കിൽ there need to be some vital force to actually make these compounds എന്നൊക്കെ പറഞ്ഞു. And that was the vital force theory which was proposed by Berzelius. Okay, ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആണ്. 1815 he proposed that the vital ഫോഴ്സ് തിയറി. ഈ തിയറിയിൽ പ്രകാരം നമുക്ക് ഓർഗാനിക് കമ്പൗണ്ട്സ് ഒരു മിസ്റ്റീരിയസ് ഫോഴ്സ്, അതാണ് ഈ വൈറ്റൽ ഫോഴ്സ്, അതിൽ കൂടെയാണ് എന്താ പറയുക ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവണോണ്ടാണ് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള കമ്പൗണ്ട്സ് ഉണ്ടാവണത് എന്ന് പറഞ്ഞത്. ഓക്കെ, നൗ ഇത് വേറെ എന്താ വെച്ചാൽ ഈ മിസ്റ്റീരിയസ് ഫോഴ്സ്, ഓക്കെ, mysterious force that we are talking about, mysterious force you cannot create it artificially. അപ്പോൾ അത് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് we cannot make organic compounds in the lab എന്ന് പറഞ്ഞു. ഈ തിയറി റിജക്റ്റ് ആയി. ഓക്കെ, ദിസ് വാസ് റിജക്റ്റഡ് ലേറ്റർ ഓൺ ഇൻ 1828 by none other than the French chemist. Okay, the French chemist Wohler. German chemist. The German chemist Wohler. And what he did was that, see, അമോണിയം സയനേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇനോർഗാനിക് കമ്പൗണ്ട് ആണത്, അമോണിയം സയനേറ്റ്. ഈ അമോണിയം സയനേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോൾ he made urea, which is an organic compound. Okay, so urea is the first synthesized organic compound, and it was done by Wohler, the German chemist. അത് കഴിഞ്ഞ് ഫർദർ ethyl alcohol ഉണ്ടായി. Okay, this was by Henel.
1828. പിന്നെ in 1945 are coal. Okay, synthesized acetic acid, നമ്മുടെ vinegar. And then in your 18 in then in your 18 this is 18, okay, not 1856 our birth lot, okay, birth lot synthesized methane. Okay, അങ്ങനെയൊക്കെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങി. വൺസ് അതൊന്ന് ക്ലിക്കായി വന്നപ്പോൾ എല്ലാവരും ലാബിൽ തന്നെ സിന്തസൈസ് ചെയ്യാനുള്ള പല പല വിദ്യകളും പല പല രീതിയിലൊക്കെ ട്രൈ ചെയ്തു. ആൻഡ് റൈറ്റ് നൗ യു ക്യാൻ മേക്ക് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ് യു ക്യാൻ മേക്ക് ഇൻ ദ ലാബ്. ആൻഡ് എന്താ പ്ലാന്റ് ഒറിജിനിൽ നിന്നും അതിന്നും ഒക്കെ കിട്ടണത് നമ്മൾ അധികം എടുക്കാറില്ല. ബിക്കോസ് അതിന്ന് ആ പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൻഡ് കിട്ടണ ഈൽഡും ഭയങ്കര കുറവാണ്. അപ്പോൾ സോ ദെൻ വി സ്റ്റാർട്ടഡ് doing the technique of preparing these or synthesizing these in the lab. അപ്പോൾ നമ്മുടെ ആ വൈറ്റൽ ഫോഴ്സ് തിയറിയുടെ മൊത്തം അത് എന്താ പറയുക, അത് കറക്റ്റ് അല്ല എന്നും അത് അബാൻഡൻ ചെയ്തു നമ്മൾ. ഓക്കെ, പിന്നെ എന്താ പറയുക, അവിടെ നമ്മൾ ഈ ഓർഗാനിക് നമ്മൾ ആ ഒരു വാക്ക് നമ്മൾ അസോഷ്യേറ്റ് ചെയ്തത് ലൈഫിനോടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പോയിട്ട് ഓർഗാനിക് കമ്പൗണ്ട്സ് ഇപ്പം പറയുന്ന നമ്മുടെ ഡെഫിനീഷൻ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് compounds of carbon containing usually hydrogen, okay, and one or more. ഇതിപ്പോൾ വേണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ വെറും കാർബൺ ഹൈഡ്രജനും ആവാം. ഓക്കെ, വൺ ഓർ മോർ അഡീഷണൽ എലമെൻറ്റ്സ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഹാലജൻസ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെയൊക്കെ ചില എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു. ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദീസ് ഓർഗാനിക് കമ്പൗണ്ട്സ് ഇസ് കോൾഡ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, നൗ ഈ കാർബണും ഹൈഡ്രജനും മാത്രം ഓക്കെ ഉള്ള കമ്പൗണ്ട്സ് ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, just hydrocarbons, and all other compounds that you see are derivatives of hydrocarbons. Okay, derivatives of hydrocarbons. Fine. That is, namak just by removing one of the hydrogen in these hydrocarbons you can get the other derivatives. So organic chemistry is basically the chemistry of hydrocarbons and their derivatives. Okay, now why carbon? ഇവിടെ ഒരു വലിയൊരു കാര്യമുണ്ട്, that is we have to discuss is the uniqueness of carbon. Now the number of carbon ഈ ഹൈഡ്രോകാർബൺസും അതിൻ്റെ ഡെറിവേറ്റീവ്സും ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഇറ്റ് ഈസ് large number, millions of millions and millions, okay, maybe even billions വരെ എത്തിയിട്ടുണ്ടാവും. അത്രയും compounds can be, there are that many compounds known to us. Okay, so this is ഈ നമ്മൾ ഒരു പീരിയോഡിക് ടേബിൾ ആസ് പ്രസൻറ്റ് യു 118 എലമെൻറ്റ്സ്. ആ 118 എലമെൻറ്റ്സിൽ ഒരു എലമെൻ്റ് ആണ് ഈ കാർബൺ. ഓക്കെ,
Okay, now and it has the atomic number 6. അപ്പോൾ നമ്മുടെ ആ ഒരു 2 4 എന്നാണ് അതിൻ്റെ when you write ഈ ഷെൽ കൺസെപ്റ്റിൽ നമ്മൾ കെയിൽ എപ്പോഴും 2 ഇലക്ട്രോണേ ഉള്ളൂ, എല്ലിൽ 8 വരെ കയറാം, എമ്മിലും 8. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ when it goes, it has only 6, and this is the K and the L shell ആണ്. You have this configuration for it. Okay, or so നമുക്ക് ഒരു സ്റ്റെബിലിറ്റി നമ്മൾ പറയണത്, ഒരു മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഷെല്ല് ഫുള്ളായിരിക്കണം. ഓക്കെ, ഓർ ആ ഷെല്ല്, അതായത് ഷെൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫിൽഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ ആ ആറ്റത്തിന്. സോ ആ ആറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷെല്ല് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ആ ആറ്റം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗോ ടു മേക്ക് ബോൺഡ്സ്. ഓക്കെ, സപ്പോസ് എ ഹാസ് സം ഇൻകംപ്ലീറ്റ് ഷെൽ, ഇറ്റ് വിൽ മേക്ക് ബോൺഡ്സ് വിത്ത് ബി. ബിയും വിൽ ബി ഇൻകംപ്ലീറ്റ്. അങ്ങനെ ബോണ്ട് ഉണ്ടാക്കിയിട്ടാണ് ആ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. സോ ആറ്റംസ് സ്റ്റേബിൾ ആവാതെ ഇരിക്കുന്നത് ഈ ഇലക്ട്രോണിക് ഓർ the outer shell, let's put it in that way, the ഷെല്ലിൽ കംപ്ലീറ്റ് അല്ല. ആ ഷെല്ല് കംപ്ലീറ്റ് ആയാൽ അത് സ്റ്റേബിൾ ആവും. അപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അത് റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യണേ. ആ റിയാക്ഷൻസ് ലൈക്ക് ഇങ്ങനെയൊക്കെ വരും, ആൻഡ് ദേ ഫോം വാട്ട് വി നോ ആസ് ബോൺഡ്സ്. ഒരു ടിപ്പിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ വി ടോക്ക് അബൌട്ട് ഇറ്റ് ഇസ് എ 2 ഇലക്ട്രോൺ. ഒരു ബോണ്ട് ഇസ് ഫോംഡ് ബൈ 2 ഇലക്ട്രോൺസ്. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കണേ. ആൻഡ് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺഡ്സ് ഓൾസോ. ദാറ്റ് ഇസ് വി ഹാവ് when there is a complete transfer of electron from A to B and you have something like A plus minus, this bond is called ionic. Then we have where there is A and B is both giving one electron for this bond and it is sharing. Okay, sharing of electrons ആണ് വരുന്നത്, and that is covalent. ഇത്രയും ഞാൻ പറയണത് is to explain this uniqueness of carbon. Okay, so you should know certain details like what is a bond, what is a covalent bond. Okay, now so ഞാൻ ഈ പറഞ്ഞ പോലെ 118 എലമെൻറ്റ്സിൽ ഒരു എലമെൻ്റ് ആണ് നമ്മുടെ കാർബൺ. ആ എല്ലാ 117 എണ്ണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കമ്പൗണ്ട്സ് നമ്മൾ അതിന് ഉണ്ടാക്കാൻ പറ്റണത് നോക്കുമ്പോഴും കാർബൺ ഉണ്ടാക്കുന്ന കമ്പൗണ്ട്സിനെക്കാട്ടിലും എത്രയോ കുറവാണ്. സോ ദർ ഇസ് സംതിങ് വെരി യുണീക്ക് അബൌട്ട് കാർബൺ. അതിൽ ഇതാണ്, സി കാർബണിൻ്റെ ഔട്ടർ this has only 4 electrons. ഈ 4 ഇലക്ട്രോൺ ഒന്നെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഒരു അയോണിക് ബോണ്ടിന് പോകണം, അല്ലെങ്കിൽ ഈ 4 എണ്ണം അക്സെപ്റ്റ് ചെയ്യണം. അതും ടോട്ടലി അക്സെപ്റ്റ് ചെയ്യുക അയോണിക് ബോണ്ട്. പക്ഷേ ഈ ഇലക്ട്രോൺസ് ഈ ആഡ് ചെയ്യാനും എടുക്കാനും, അതായത് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് മാറ്റണം എന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും എനർജി എന്ന് പറഞ്ഞ ഒരാൾ വേണം. 4 എണ്ണം കൊടുക്കുക, 4 എണ്ണം എടുക്കുക, very not possible. അത്രയും എനർജി വേണം. So what it does is actually it goes only for sharing of electrons. Okay, so that is what ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ പുറത്ത്. So what it will do is it forms bond by covalent bond concept. Okay, now so why do we have so many compounds? Now ഈ കോവലന്റ് ബോണ്ട് എന്നുള്ളത് കാർബണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് വിൽ ഫോം ബോൺഡ്സ് വിത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, ടു ഫോം ലാർജ് ചെയിൻസ് വിച്ച് ആർ ബ്രാഞ്ച്ഡ് ഓർ ഓപ്പൺ ചെയിൻ. ഓക്കെ, ബ്രാഞ്ച്ഡ് ഓപ്പൺ ചെയിൻ ആവാം. ഓക്കെ, ഓർ സ്ട്രേറ്റ് ചെയിൻ, ബ്രാഞ്ച്ഡ് ആവാം, സ്ട്രേറ്റ് ആവാം, സ്ട്രേറ്റ് ചെയിൻ ആവാം. Okay, or I can have ring structures, that is cyclic structures നമ്മൾ പറയും. Okay, so ഇങ്ങനെ പല this property of carbon to attach, that is self linking എന്നാണ് പറയുക. self linking property of carbon by which it will attach ഈ carbon will
make bonds with other carbon atoms. Okay, other carbon atoms to form ഈ പറഞ്ഞ പോലെ long chains, which are ഈ long chains can be straight, ഞാൻ ഒന്നുകൂടി നീറ്റായിട്ട് പറയാം, അത്രയേ ഉള്ളൂ, straight or branched, okay, or rings of different sizes. Okay, this property is called catenation. Okay, ഇത് unique ആണ്, and that is why carbon, you see so many compounds for carbon, and ഈ catenation ഈ കാർബൺ ചെയ്യാൻ കാരണം ബാക്കിയുള്ളവരൊന്നും ചെയ്യാത്തത് one main thing is because of the size of carbon atom. It is small in size. Okay, then അതിൻ്റെ electronic configuration and the strength of the CC bonds formed. ഇത്രയും കാരണം കൊണ്ടാണ് ഈ കാറ്റനേഷൻ നമുക്ക് കാർബണിൽ കാണാൻ കാരണം. Okay, so this is one property which is unique, which is a uniqueness of carbon. That is catenation, for why carbon is unique. Okay, രണ്ടാമത്തെ കാര്യം electronegativity and strength of bonds. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ്. Now what is electronegativity? ഒരു ബോണ്ട്, ഓക്കെ, എ ആൻഡ് ബി തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാണല്ലോ. ഈ ഇലക്ട്രോൺസ് ഇവിടെ ഷെയർ ചെയ്യാണ്, ഓക്കെ, ബിറ്റ്വീൻ എ ആൻഡ് ബി. പക്ഷേ ഒരാൾക്ക് ഇച്ചിരി സാമർത്ഥ്യം കൂടും, അതായത് ഒരാൾക്ക് കുറച്ചുകൂടി എഫിനിറ്റി ഉണ്ട് ഈ ഇലക്ട്രോൺസിനോട്. ശരിക്കും രണ്ടുപേരും ഒരേപോലെ ഷെയർ ചെയ്യണം, അതായത് ഈ ഇലക്ട്രോൺസ് ഈ ആളുടെ അടുത്തും എന്റെ അടുത്തും ബിയുടെ അടുത്തും ഒരേപോലെ ഉണ്ടാവണം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, സോ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൂടുതൽ ഒരാളുടെ അടുത്തേക്ക് വലിക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് വിൽ ഗെറ്റ് എ സ്മോൾ അപ്പോൾ ഇവിടുന്ന് ഈ ഇലക്ട്രോൺസ് കൂടുതൽ ഇവിടേക്ക് ബീൻ്റെ അടുത്ത് പോകണോണ്ട് ഐ സേ ഇറ്റ് വിൽ ഗെറ്റ് എ സ്മോൾ നെഗറ്റീവ് ചാർജ്. സ്മോളിലാണ് ഡെൽ എന്ന് കാണിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ല ഇവിടെ. അപ്പോൾ ഇവിടുന്ന് കൂടുതൽ ഇവിടേക്ക് പോകുമ്പോൾ ദിസ് ഗെറ്റ്സ് എ സ്മോൾ പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ വരുന്ന ബോൺസിനെയാണ് നമ്മൾ പോളാർ ബോൺസ് എന്ന് പറയുന്നത്. സോ ബോൺസ് പോളാർ ആവാൻ കാരണം ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. അപ്പോൾ ഓരോ ആൾക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു പുൾ ദീസ് ഇലക്ട്രോൺസ്. ആ പുള്ളിൻ്റെ രണ്ടുപേരുടെയും വ്യത്യാസമുണ്ട്. ഒരാൾക്ക് നല്ല ഈ നമ്മുടെ ആ എന്താ പറയുക ടഗ് ഓഫ് വാർ ചെയ്യണ പോലെയാണ്. ഓരോ സൈഡിൽ ആർക്കാണ് കൂടുതൽ സ്ട്രെങ്ത് കൂടുതൽ വെച്ചാൽ അവർ കൂടുതൽ വലിക്കും. സോ എ ആൻഡ് ബി വ്യത്യാസമായി ഇരിക്കുമ്പോൾ ഓക്കെ ഇത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുമ്പോൾ ഇറ്റ് വിൽ മൂവ്. ഓക്കെ, നൗ കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് 2.5. അതിൻ്റെ നമ്മുടെ സ്കെയിലുണ്ട് വിച്ച് you find that it is 2.5. And when you look at to a number of elements like hydrogen, അതിന് 2.1 ആണ്, നൈട്രജന് 3 ആണ്, ഫോസ്ഫറസിന് 2.1 again ആണ്. ഓക്കെ, ഫോസ്ഫറസ് 2.1, then chlorine is 3.0, oxygen is 3.5. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ you will see that the electronegativity difference is very different. Okay, and because of this strong covalent bonds it will make with this elements. So carbon hydrogen, carbon nitrogen, carbon phosphorus, carbon Cl, അങ്ങനെയൊക്കെ പലതും it will make. Okay, then the third reason for why carbon is unique is the tendency
to form multiple bonds. See? അതായത് now see, കാർബൺ ഇത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് സി ഇറ്റ് വിൽ ഫോം സിംഗിൾ ബോണ്ട്. ശരിക്കും ഒരു കാർബണിന് 4 ബോണ്ട് വേണം. സോ വാട്ട് ഇറ്റ് വിൽ ഡു ഇസ് ആ കാർബണോട് തന്നെ ഡബിൾ ബോണ്ട് ഉണ്ടാവാം, ആ കാർബണോട് തന്നെ triple bond ഉണ്ടാവാം. So this is called multiple bonds. So carbon can form multiple bonds with itself and also see double bond O. ഓക്സിജന് 2 bonds ആണ് ഉണ്ടാക്കേണ്ടത്. That will form with carbon itself. നൈട്രജന് 3 bonds ആണ് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടത്. ഇറ്റ് വിൽ ഫോം വിത്ത് കാർബൺ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ ബിക്കോസ് ഓഫ് ദിസ് ടെൻഡൻസി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ് അത് കൂടുതൽ സ്റ്റെബിലിറ്റി വരും. 4ാമത്തെ ഒരു കാര്യം ഇസ് ഐസോമെറിസം. ഓക്കെ, നൗ വാട്ട് ഇസ് ഐസോമെറിസം? ഒരു മോളിക്യൂളിന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടായി. ഓക്കെ, സപ്പോസ് now why I draw this ingane this is a typical way of representing carbon compounds. വലിയ ചെയിനൊക്കെ അപ്പം നമുക്ക് എപ്പോഴും CH2 CH3 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റില്ല. അപ്പം ഈ പോയിന്റിലെ ഓരോ എഡ്ജ് ഒരു points, these all are denote carbon atoms. So and അവിടുന്ന് നമുക്ക് ഒരു ബോണ്ട് വരികയാണെങ്കിൽ സപ്പോസ് ഐ ഹാവ് ഹിയർ. സോ സി ദിസ് ഇസ് ആക്ച്വലി 1 2 3 4 5 6 7 ഹൈഡ്രജൻ നമ്മൾ കാണിക്കാതെ ഇരിക്കും ബിക്കോസ് ഇറ്റ് വിൽ ബി ഈസിയർ. സോ ദിസ് ഇസ് എ 7 കാർബൺ ആറ്റം. അതിൻ്റെ 3ാമത്തെ പൊസിഷനിൽ OH ആവാം. ഇതേപോലെ തന്നെ I'm just showing you one type of isomerism. Okay, ഇതുപോലെ തന്നെ I can have OH 3ാമത്തെ പൊസിഷൻ 2ാമത്തെ പൊസിഷനിലാവാം. then I can also have it നമുക്ക് ഡീറ്റെയിലിൽ we can look into it. Okay, same compound എടുക്കാം. So I can have it here on the 4th position. Okay, so ഇത് 3 നോക്കുമ്പോൾ structurally they are different. പക്ഷേ the position, why? Because of the position of the OH group is different and അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഇച്ചിരി വ്യത്യാസവും വരും. ഓക്കെ, ബട്ട് മോളിക്കുലർ ഫോർമുല നമ്മൾ എഴുതാൻ പോകുമ്പോൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ജസ്റ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, ജസ്റ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ജസ്റ്റ് ദ നമ്പർ ഓഫ് XY ഇങ്ങനെ. I'm not counting it. Okay, സോ അത് ഇങ്ങനെ കിട്ടുമ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബട്ട് സ്ട്രക്ചറൽ ഫോർമുല ദേ ആർ ഡിഫറെൻറ്റ് ഹിയർ ഇൻ ദിസ് കേസ്. ഇതിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. സോ ഐസോമെറിസം തന്നെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഒരേ മോളിക്കുലർ ഫോർമുലയിൽ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല തന്നെ, ദെൻ യു ക്യാൻ ഹാവ് ഈവൻ സ്റ്റീരിയോ ഐസോമെറിസം. അങ്ങനെ അതും ഒരു യുണീക്നെസ് ആണ് കാർബണിൻ്റെ. സോ വിത്ത് ദാറ്റ് ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ദാറ്റ് ഈസ് we have discussed what is organic chemistry and why, what is the uniqueness of carbon. Okay, in the next lecture we'll go into the homologous series, some characteristics of the homologous series. Thank you.